കൈകാലുകൾ ബന്ധിച്ച 10 വയസ്സുകാരൻ വേമ്പനാട്ടുകായലിൽ നീന്തിയത് 1.5 മണിക്കൂർ നേരം. ചേർത്തല വടക്കുംകര അമ്പലക്കടവിൽ നിന്ന് ആരംഭിച്ച നീന്തൽ അനന്തകൃഷ്ണൻ എന്ന കൊച്ചുമിടുക്കൻ വൈക്കം കായലോര ബീച്ചിലാണ് അവസാനിപ്പിച്ചത്. വിജയശ്രീ ലാളിതനായി നീന്തിക്കയറിയ അനന്തകൃഷ്ണനെ ഉപഹാരങ്ങൾ നൽകിയാണ് ജനം വരവേറ്റത്. വൈക്കം ഉദയനാപുരം ശ്രീകൃഷ്ണവിലാസത്തിൽ രാജേഷ് അഞ്ജു ദമ്പതികളുടെ ഇളയപുത്രനായ 10 വയസ്സുകാരൻ അനന്തകൃഷ്ണൻ എന്ന കൊച്ചുമിടുക്കനാണ് കൈകാലുകൾ ബന്ധിച്ച് വേമ്പനാട് കായൽ നീന്തിയത്. വൈക്കം വാർവിൻ സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഈ ധീരൻ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല വടക്കുംകര അമ്പലക്കടവ് മുതൽ കോട്ടയം വൈക്കം കായലോരം ബീച്ച് വരെ 7 കിലോമീറ്റർ ദൂരമാണ് 1 മണിക്കൂർ 31 മിനിറ്റ് കൊണ്ട് നീന്തി കീഴടക്കിയത്. നീന്തിക്കയറിയ അനന്തകൃഷ്ണനെ ചലച്ചിത്ര പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മി, ചെയർപേഴ്സൺ പ്രീത രാജേഷ്, വൈസ് ചെയർമാൻ PT സുഭാഷ്, വൈക്കം DYSP സിബിച്ചൻ ജോസഫ്, വാർഡ് കൗൺസിലർ ബിന്ദു ഷാജി എന്നിവർ ഉപഹാരം നൽകി അഭിനന്ദിച്ചു. കൈകാലിലെ ബന്ധനം നഗരസഭാ ചെയർപേഴ്സണും DYSPയും ചേർന്നാണ് അഴിച്ചു നീക്കിയത്. വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടാൻ കോതമംഗലം ഡോൾഫിൻ അക്വാട്ടിക് ക്ലബ് നീന്തൽ പരിശീലകൻ ബിജു തങ്കപ്പന്റെ ശിക്ഷണത്തിലായിരുന്ന അനന്തകൃഷ്ണന്റെ ആദ്യ ഗുരു റിട്ടയർഡ് ഫയർ ഓഫീസർ T ഷാജി കുമാർ ആയിരുന്നു. മൂവാറ്റുപുഴയാറിലായിരുന്നു പരിശീലനം. വൈക്കം കായൽ നീന്തിക്കയറിയ റെക്കോർഡ് 22 കുട്ടികൾക്കുണ്ടെങ്കിലും കൈകാലുകൾ ബന്ധിച്ച് വൈക്കംകാരനായ 10 വയസ്സുകാരൻ 7 കിലോമീറ്റർ വേമ്പനാട്ട് കായലിൽ നീന്തുന്നത് ഇത് ആദ്യമായാണ്. അപ്പോൾ ആളാണ് കാഴ്ചക്കൊള്ളി പറഞ്ഞ് അവന് വേറെ ഇതിലേക്ക് നമുക്ക് മാറ്റാൻ ആവശ്യമുണ്ട്. കാരണം അവൻ്റെ നീന്തൽ കുറച്ചുകൂടി കൂടുതൽ ഇതിലല്ല കുറച്ചുകൂടി ദൂരത്തിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. ഷായ്സാറിൻ്റെ കയറത്താണ് ഞങ്ങൾ കോതമംഗലം ഡോൾഫിൻ അക്വാട്ടിക് ക്ലബിൻ്റെ കീഴിൽ വിജി തങ്കം അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രാക്ടീസ് കൊടുത്തത്. ഏകദേശം ഒരു 5 മാസത്തോളം അവിടെ പ്രാക്ടീസ് ചെയ്തു, കോതമംഗലത്ത് മാത്രം. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം വെച്ചാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികളൊക്കെ ശരിക്കും എല്ലാം പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം ആ ഒരു ആഗ്രഹത്തിന് പുറകെ ഞങ്ങൾ ശരിക്കും പോയത് തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, വൈക്കം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.